കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 31 അതിൻ്റെ 18 വാക്യം. നീതിമാന് വിരോധമായി ഡംഭത്തോടും നിന്ദയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്. 31 സങ്കീർത്തനം ദാവീദിന് രചിക്കപ്പെട്ടതാണെങ്കിലും ഈ സങ്കീർത്തനത്തിനകത്തൊരു 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് പരാതിയുടെ ഒരു സങ്കീർത്തനമാണ്. 2, ദൈവത്തെ സ്തുതിക്കുകയും കൂടെ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെ ദൈവത്തോട് സ്തുതികൾ പറഞ്ഞുകൊണ്ട് പറയപ്പെടുന്ന ഒരു വാചകമാണ് നമ്മൾ വായിച്ചത്. നീതിമാന് വിരോധമായി ഡംഭത്തോടും നിന്ദയോടും ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ. അപ്പം എന്തുവാ ഇവിടെ നീതിമാനെന്ന് ഉദ്ദേശിക്കുന്നത് ദാവീദിനെയാണ്. അപ്പോൾ ദാവീദിന് വിരോധമായി സംസാരിക്കുന്ന ചില വാക്കുകൾ, വ്യാജമുള്ള അധരങ്ങൾ പടച്ചുവിടുന്ന ചില പ്രയോഗങ്ങൾ, അത് ധാർഷ്ട്യത്തോടെയാണ്, നിന്ദയോടുകൂടെയാണ്, ഡംഭത്തോടുകൂടെയാണ്. സ്തോത്രം. ദാവീദിന് വിരോധമായി വന്ന പലവിധത്തിലുള്ള അപവാദ തലങ്ങളുണ്ട് അല്ലേ. പലപ്പോഴും ദാവീദിനെതിരെ അപവാദത്തിൻ്റെ ശരങ്ങൾ തൊടുത്തുവിട്ടയാളായിരുന്നു ശൗല്. സ്തോത്രം. അങ്ങനെ ശൗല് ഇതൊക്കെ പറയുമ്പോൾ പോലും ദാവീദിൻ്റെ വിശ്വസ്തതയും ദൈവത്തോടുള്ള അവൻ്റെ അടുപ്പവും അവൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മൾ നീതിയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളെ കൊണ്ടാവുന്നിടത്തോളം വിശുദ്ധിയോടെ ദൈവകൃപയോടെ ശത്രുവിനെ കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികളെ കൊണ്ടുപോലും ഒരു അപവാദം പറയുവാൻ അനുവദിക്കാത്ത രീതിയിൽ നമ്മളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളായിരുന്നാൽ പോലും നമുക്കെതിരെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള തലങ്ങൾ കയറി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നിരപവാദ്യനായിരിക്കണമെന്നുള്ളതൊരു ചിന്തയാണ്. സ്തോത്രം. അങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ശത്രുക്കൾ പോലും നമ്മളെ നോക്കി ഒരു കുറ്റം പറയുവാൻ ഇടവരുത് എന്ന് സ്തോത്രം തീത്തോസിൻ്റെ ലേഖനത്തിൽ പറയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള മേഖലകൾ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. സ്തോത്രം. അപ്പം അങ്ങനെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ നമുക്കെതിരെ വരുന്ന ചില വിഷയങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ദാവീദ് പ്രാർത്ഥിച്ചിട്ട് പറയുന്നൊരു വാചകമുണ്ട്, അങ്ങനെയുള്ള അധരങ്ങൾ മിണ്ടാതെയായി പോകട്ടെ എന്ന് പറയുന്ന ഒരു വാക്കാണത്. അപ്പോൾ എൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള അധരങ്ങൾ അതിനെ മൗനമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. ഇപ്പം നമുക്കറിയാം, യോസേഫ് എന്ന ദൈവമനുഷ്യന് വിരോധമായിട്ട് പോത്തിഫേറിൻ്റെ ഭാര്യ വിധി പറഞ്ഞു. അതിനെ പ്രതി യോസേഫ് കാരാഗ്രഹത്തിനകത്തേക്ക് പോകേണ്ടി വന്നു. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇന്നത്തെ രീതിയിൽ നമ്മൾ കേസോ കോടതിയിലൊക്കെ പൊക്കഴിഞ്ഞാൽ യോസേഫിന് എതിരെ യോസേഫിന് വേണമെങ്കിൽ അതിനെ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും അല്ലേ. അപവാദമാണ്, ഇല്ലെങ്കിൽ വെറുതെ പടച്ചുവിട്ടൊരു വിഷയമാണെന്ന് യോസേഫിന് അതിനെ ക്രമീകരിക്കാൻ കഴിയും. പക്ഷേ യോസേഫ് അത് ചെയ്തില്ല. പകരം ദൈവത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് ആ വിഷയത്തെ വിട്ടുകൊടുക്കുന്ന ഒരു മേഖല യോസേഫിൽ നിന്ന് വെളിപ്പെട്ട് വരികയാണ്. എന്താ അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത്? യോസേഫിനെ ദൈവം മാനിക്കേണ്ടുന്ന സമയത്ത് മാനിക്കുകയും ഉയർത്തേണ്ട സമയത്ത് ഉയർത്തുകയും ഈ അപവാദം പറഞ്ഞ നാവിനെ ദൈവം മൗനമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആ വാക്കുകൾക്കകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമുക്കെതിരെ ഒരു കാലഘട്ടത്തിൽ അപവാദത്തിൻ്റെ ശരങ്ങൾ തൊടുത്തുവിട്ട് നമ്മളെ തകർക്കുവാൻ നോക്കിയവരുടെ അധരങ്ങൾ മൗനമാകത്തക്ക രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥി. സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.